الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ 86-ാമത്തെ അധ്യായമാണ്, സൂറത്താണ് സൂറത്തു അത്വാരിഖ്. ആകാശത്തെ കൊണ്ടും രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന ത്വാരിഖ് എന്ന നക്ഷത്രത്തെ കൊണ്ടും സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. തുടർന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ത്വാരിഖ് എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വസ്സമാഇ വത്വാരിഖ് വമാ അദ്റാക മത്വാരിഖ് അന്നജ്മുസ്സാഖിബ്. ആകാശം തന്നെയാണ് സത്യം, രാത്രിയിൽ വരുന്നത് തന്നെയാണ് സത്യം. എന്നിട്ട് ചോദിക്കുകയാണ്, രാത്രിയിൽ വരുന്നത് എന്നാൽ എന്താണെന്ന് നബിയെ താങ്കൾക്കറിയാമോ? അതാണ് അന്നജ്മുസ്സാഖിബ്, തുളച്ചു കയറുന്ന നക്ഷത്രമത്രേ അത്, നക്ഷത്രമാണത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയൊരു വിവരണമുണ്ട്. അതായത് അൽ മുളീ എന്നാണ്, പ്രകാശിക്കുന്നത് എന്നർത്ഥം. അല്ലദീ യസ്ഖുബു നൂറുഹു ഫയഖ്റുഖു അസ്സമാവാതി ഫയൻഫുദു ഹത്താ യറാ ഫിൽ അർദ് വസ്സഹീഹു അന്നഹു ഇസ്മു ജിൻസിൻ യശ്മലു സായിറ നുജൂമി തവാഖിബ്. ഇതിന്റെ മഅന, അതിന്റെ പ്രകാശം തുളച്ചു കയറി ആകാശങ്ങളെ ഭേദിച്ച് കടന്നുപോകുന്നു, ഭൂമിയിൽ നിന്ന് കാണത്തക്ക വിധം. യഥാർത്ഥത്തിൽ ഇത് തുളച്ചു കയറുന്ന നക്ഷത്രങ്ങളുടെ ഒരു വർഗനാമമാണ്. ഒന്നല്ല, ഒരുപാട് നക്ഷത്രങ്ങളുടെ ഒരു വർഗനാമമാണ്. മറ്റ് നക്ഷത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയാണ്. ഇത് പറഞ്ഞിട്ട് ഈ നക്ഷത്രങ്ങളെ കൊണ്ട്, നക്ഷത്രവർഗത്തെ കൊണ്ട് സത്യം ചെയ്തിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് നമുക്ക് ഈ ഖുതുബയിൽ പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. എന്താ അല്ലാഹു എന്നറിയോ? ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? തന്റെ കാര്യത്തിൽ ഒരു മേൽനോട്ടക്കാരനുണ്ടായിക്കൊണ്ടല്ലാതെ യാതൊരാളുമില്ല. 86-ാം അധ്യായം സൂറത്ത് ത്വാരിഖിന്റെ 4-ാമത്തെ ആയത്ത്. അതായത് മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒന്നൊഴിയാതെ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൾ, തന്റെ കാര്യത്തിൽ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടായിക്കൊണ്ടല്ലാതെ യാതൊരാളുമില്ല എന്ന ആയത്തിനെ വിവരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, യഹ്ഫളു അലൈഹാ അഅമാലഹ സ്വാലിഹത വസ്സയ്യിഅ വസതുജാസ ബിഅമലിഹ അൽമഹ്ഫൂദി അലൈഹാ. നല്ലതും ചീത്തയുമായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ മുഴുവനും നിരീക്ഷിക്കുകയും എന്നിട്ട് ആ നല്ലതിന് അതുപോലെ ചീത്തക്ക് പിന്നീട് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിന് വിശദീകരണം പറയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, അഥവാ ഈ ദുനിയാവിൽ നമ്മുടെ മരണം വരെ നമ്മൾ അനുഷ്ഠിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുഴുവനും ചില സാക്ഷികളെ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ചില സാക്ഷികളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. നോക്കൂ, അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞെന്തറിയോ? അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിശ്ചയമായും
നിന്റെ റബ്ബ് അവന്റെ അടിയാന്മാരുടെ എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. വഖൗലുഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്ന ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് പറയുന്നു യസ്മഉ വയറാ, അല്ലാഹു എന്റെയും നിങ്ങളുടെയും പ്രവർത്തനത്തെ കേൾക്കുന്നു, അതുപോലെ കാണുന്നു, അറിയുന്നു. അങ്ങനെയാണത് അവൻ പരലോകത്ത് കൊണ്ടുവരുന്നത്. അതാണ് അല്ലാഹു തആല പറഞ്ഞത് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് 53-ാമത്തെ ആയത്തിൽ നിന്റെ റബ്ബ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ? എത്രത്തോളം? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ, അല്ലാഹു എല്ലാറ്റിനും സാക്ഷിയാണ്. ഒന്നാമത്തെ സാക്ഷി എന്റെയും നിങ്ങളുടെയും വിഷയത്തിൽ ഒന്നാമത്തെ സാക്ഷി അത് റബ്ബുൽ ഇസ്സത്താണ്. നമ്മുടെ കാര്യത്തിൽ ഒന്നാമത്തെ സാക്ഷി അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എത്രത്തോളം അറിയോ? ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മുഹറമാത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ സഹായകമാകുന്നു എന്ന് മാത്രമല്ല, നോക്കൂ എന്ത് തെറ്റ് നമ്മൾ ചെയ്യാം. അള്ള കാണുന്നുണ്ട്, അള്ള അറിയുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്ന പിന്നെ ഞാൻ എന്ത് തെറ്റിയും? ഞാൻ എവിടെ വെച്ച് തെറ്റിയും? ആരുടെ മുന്നിൽ നിന്ന് തെറ്റിയും? ഏത് സ്വകാര്യതയിൽ ഞാൻ തെറ്റിയും? പറ്റില്ലല്ലോ. എന്റെ റബ്ബിനെ കാണുന്നില്ലേ? എന്റെ റബ്ബിനെ കാണുന്നുണ്ടല്ലോ. ഇങ്ങനൊരു ബോധം ഉണ്ടായാൽ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കും എന്ന് മാത്രമല്ല, നമ്മൾ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളിൽ പരിപൂർണമായ കാമിലായ ഇഖ്ലാസിനും അത് കാരണമാണ്. ഈ ഇരുത്തത്തിൽ പോലും നമുക്ക് ഇഖ്ലാസിനും ഉറക്കം വരൂല എന്നർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കും, ശ്രദ്ധിച്ച് ജീവിക്കും. അമലുകളിലൊക്കെ ഇഖ്ലാസ് ഉണ്ടാവും. ഇഖ്ലാസ് ഉണ്ടാകാനുള്ള ബോധം കൂടിയാണ് എന്ത്? എന്റെ റബ്ബ് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അതാണല്ലോ പറഞ്ഞത് യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളും ഹൃദയങ്ങളിൽ മറച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നു. എത്രയോ ഡസൻ കണക്കിന് ആയത്തുകൾ കാണാം. ശരി, ഈ 86-ാം അധ്യായത്തിന്റെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതിന്റെ ശരിക്കുള്ള മഅന എന്താ? ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. എന്താ അല്ലാഹു പറഞ്ഞത്? ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. തന്റെ കാര്യത്തിൽ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടായിക്കൊണ്ടല്ലാതെ യാതൊരാളുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വിചാരണ ചെയ്യപ്പെടുന്നതിനായി രേഖപ്പെടുത്തി വെക്കാൻ അല്ലാഹു ഏൽപ്പിച്ച ഒരു മലക്ക് നിശ്ചയിക്കപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല. ഇതാണ് പ്രിയമുള്ളവരെ അള്ളാന്റെ മുന്നിൽ അള്ള സംവിധാനിച്ച രണ്ടാമത്തെ സാക്ഷി. ഒന്നാമത്തെ സാക്ഷി മഹ്ശറയിൽ എന്റെയും നിങ്ങളുടെയും നന്മതിന്മകൾ കണക്കാക്കുന്നിടത്ത് ഒന്നാമത്തെ സാക്ഷി അള്ളയാണ്. രണ്ടാമത്തെ സാക്ഷി അറിയോ? മലക്കുകളാണ്, മലായിക്കത്തുകളാണ്. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന മലക്കുകൾ എല്ലാവരുടെയും കൂടെ, മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും കൂടെ, ആസ്തികന്റെയും നാസ്തികന്റെയും കൂടെ, വലിപ്പമുള്ളവന്റെയും ചെറുപ്പമുള്ളവന്റെയും കൂടെ, ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂടെ, ആരുടെയും കൂടെ ഉണ്ടെന്ന് സൂറത്തുൽ ഇൻഫിത്താർ 82-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള ആയത്തിലും അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ പറയുന്നത് പോലെ തന്നെ ആ വാക്കെന്താണ്? അത് ഞാൻ തുടക്കത്തിൽ ഉദ്ദേശിച്ചെന്താ? വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. വഇന്ന അലൈക്കും ലഹാഫിളീൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. എന്താണ് മേൽനോട്ടക്കാര്? അല്ലാഹു അവരുടെ വസഫ് പറയാണ്, കിറാമൻ കാതിബീൻ. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അവർ രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാരാണ്. യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങൾ അഥവാ മനുഷ്യർ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു എന്നാണ്. നമ്മൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എല്ലാം അവർ രേഖപ്പെടുത്തി വെക്കുന്നു എന്നാണ്. അതാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വഅൻതും ലാ ബുദ്ദ അൻ തുഹാസബു അലാ മാ അമിൽതും. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കണം. വഖദ് അഖാമല്ലാഹു അലൈക്കും മലായികതൻ കിറാമൻ യക്തുബൂന അഖ്വാലക്കും വഅഫ്ആലക്കും വയഅലമൂനഹാ. ودخل في هذا أفعال القلوب وأفعال الجوارح فاللائق بكم أن تكرموهم وتجلوهم وتحترموهم. الله أكبر. എന്തൊരു രസകരമായ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ച്. നിങ്ങളുടെ പ്രവർത്തനങ്ങളും വാക്കുകളും മുഴുവനും രേഖപ്പെടുത്താൻ അള്ളാഹു നിങ്ങളുടെ മേൽ മാന്യന്മാരായ മലായിക്കത്തുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് ഈ ആയത്തിന്റെ സാരം. അതായത് അവർ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു.
മലായിക്കത്തുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിൽ എത്രത്തോളം നിങ്ങൾ ഹൃദയങ്ങളുടെയും അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഉൾപ്പെടും. ഖൽബിനകത്ത വികാരങ്ങൾ പോലും അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുകയും അവർ എഴുതുകയും ചെയ്യും. കൃത്യമായി രേഖപ്പെടുത്തപ്പെടും. നിങ്ങൾക്ക് നല്ലത് അവനെ അള്ളാഹുവിനെ ആദരിക്കലും മഹത്വപ്പെടുത്തലും ബഹുമാനിക്കലുമാണ്. ഈ ആയത്തിൽ അത്ഭുതകരമായ ചിലതുണ്ട്. നോക്കൂ, നമ്മളൊക്കെ അതിഥികളെ, മാന്യന്മാരെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു മാന്യൻ വന്നാൽ എങ്ങനെ നമ്മൾ സമീപിക്കുക? പ്രത്യേകിച്ചും പറയാതെ പോയാൽ, ഈ വെള്ളിയാഴ്ചയിൽ നമ്മളൊരു അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ ഇണകൾക്ക് പ്രയാസാകും. മുറ്റടിച്ചിട്ടില്ല, അമ്മറ കഴുകിയിട്ടില്ല, വൃത്തിയാക്കിയിട്ടില്ല, നിങ്ങൾ പറയാതെ എന്തിനാ ഒരാളെ കൊണ്ടുവന്ന് മനുഷ്യന്റെ മുന്നിൽ വഷളാകാൻ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ സ്ത്രീകൾ. കാരണം എന്താ, വന്നത് മാന്യനാണ്. ഒരു മാന്യൻ വീട്ടിലേക്ക് വന്നാൽ വീടിന്റെ പരിസരം പോലും വൃത്തിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളെ വീട്ടിലുള്ളവർ. മാത്രമല്ല, വീടിന്റെ അകത്ത് ചില വിട്ടിപ്പെട്ടികളും ചില പ്രത്യേക സംസ്കാരങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നും ഇയാൾ കാണരുത് എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളെല്ലാവരും. നമ്മുടെ ന്യൂനത മറ്റൊരാൾ അറിയരുത്, കാരണം അയാളൊരു മാന്യനാണ്. എന്നങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, 24 മണിക്കൂറും അല്ലാഹു നമ്മുടെ കൂടെ ഏർപ്പെടുത്തിയ മാന്യന്മാർ, കിറാമൻ കാത്തിബീൻ, അവർ കാണുകയാണ് ഹറാമ് ചെയ്തത്, അവർ കാണുകയാണ് ഹറാമ് പ്രവർത്തിച്ചത്, അവർ കേൾക്കുകയാണ് ഹറാമ് പറഞ്ഞത്, എല്ലാം അവർ രേഖപ്പെടുത്തി വെക്കുന്നു. മാന്യന്മാരുള്ള സമീപനം ഇങ്ങനെയാണോ പറയുള്ളവരെ? അല്ലാഹു പറയാ കിറാമൻ കാത്തിബീൻ. അല്ലാഹ് എത്ര സ്ഥലത്തറിയോ? ഒരുപാട് സ്ഥലത്ത്. മറ്റൊരു സ്ഥലത്ത് കാണുന്ന 43:80 ബലാ വറസുലുനാ ലദൈഹിം യക്തുബൂൻ. അതേ, നമ്മുടെ ദൂതന്മാർ, മലായിക്കത്തുകൾ അവരുടെ അടുക്കൽ, മനുഷ്യരുടെ അടുക്കൽ നിന്ന് അത് എഴുതിയെടുക്കുന്നുണ്ടെന്നാണ്. ഈ രേഖയുമായിട്ടാണ് നാളെ അവർ വരിക. സൂറത്ത് ഖാഫിൽ ഇത് കാണാം. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. അവന്റെ സഹചാരി മലക്ക് പറയും, ഇതാകുന്നു എന്റെ പക്കൽ തയ്യാറുള്ളതെന്ന്. ഏത്? നമ്മുടെ കൂടെ ജീവിച്ച മലക്ക്. വഖാല ഖരീനുഹു ഐ ഖരീനു ഹാദൽ മുകദ്ദിബിൽ മുഅ്രിദ് മിനൽ മലായിക. സത്യത്തെ അവഗണിച്ച ഈ നിഷേധിയുടെ കൂടെ ജീവിച്ച, കൂടെ ഉണ്ടായ ഖരീനായ മലക്ക് പറയും, സഹചാരി പറയും, الذين وكلهم الله على حفظه وحفظ أعماله فيحضره يوم القيامة ويحضر أعماله. ഈ മലക്കുകളെയാണ് അല്ലാഹു അവന്റെയും അവന്റെ പ്രവർത്തനങ്ങളുടെയും സംരക്ഷണം ഏൽപ്പിച്ചത്. അവനെയും അവന്റെ പ്രവർത്തനങ്ങളെയും ഖിയാമത്ത് നാളിൽ ഹാജരാക്കും. എന്നിട്ട് പറഞ്ഞു, ഹാദാ മാ ലദയ്യ അതീദ്. ഇതാകുന്നു എന്റെ പക്കൽ തയ്യാറുള്ളത്. മലക്ക് കൂടെ, നമ്മളെ കൂടെ അള്ളാഹ് സംവിധാനിച്ച മലക്ക് നാളെ പരലോകത്ത് പറയും, ഇതാണ് എന്റെ പക്കലുള്ളത്. എന്താണ്? ഖദ് അഹ്ളർതു മാ ജുഇൽതു അലൈ മിൻ ഹിഫ്ളിഹി വഹിഫ്ളി അമലിഹി ഫയുജാസ ബിഅമലിഹി. അതായത് എന്നെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവനെയും അവന്റെ പ്രവർത്തനങ്ങളെയും ഞാൻ ഇതാ ഹാജരാക്കിയിരിക്കുന്നു. അള്ളാന്റെ മുന്നിൽ മലക്ക് പറയുന്നത്. ഏത് മലക്ക്? നമ്മളെ കൂടെ അള്ളാഹു സംവിധാനിച്ച മലക്കുകൾ. നമ്മുടെ മദ്രസയിൽ 2 പഠിക്കുന്നുണ്ട്. മലക്കുകളുടെ വിശ്വാസം പഠിക്കുന്നുണ്ട്. എഴുതിയെടുക്കുന്ന മലക്കുകളുടെ പേരൊക്കെ ഈ മലക്ക് പറയുന്നത്. ഇതേ കാര്യം സൂറത്ത് ഖാഫിൽ കാണാം. എന്ത്? വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. കൂടെ നാളെ മഹ്ശറയിൽ മനുഷ്യന്റെ കൂടെ ഒരാനയിക്കുന്നവനും ഒരു സാക്ഷിയുമുള്ള നിലയിലായിരിക്കും ഏതൊരാളും വന്നു വരിക. 2-3 ഖുത്ബകൾക്ക് മുമ്പ് മഹ്ശറയിലേക്ക് വരുന്ന രംഗം പറയുമ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ സാക്ഷി. നമ്മൾ ആലോചിക്കൂല, എങ്ങനെ ഇപ്പൊ നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാന്റെ മുന്നിൽ വിചാരണക്ക് വെക്കുന്ന അള്ളാഹ് സംവിധാനിച്ച രീതിയാണ്. 1ാമത്തത് അള്ളാഹ്, 2ാമത്തെ അള്ളാഹ് സംവിധാനിച്ചൊരു സാക്ഷി മലായിക്കത്തുകളാണ്. ശരി, 3ാമത്തെ സാക്ഷിയോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു കർമ്മത്തിന് വിധേയമായ എല്ലാ വസ്തുക്കളും, എല്ലാ പ്രദേശങ്ങളും, ഈ ഭൂമിയും ഭൂമിക്ക് മുകളിലുള്ള പരപ്പിലുള്ളതെല്ലാം, ഈ അന്തരീക്ഷം മുഴുവനും ആ കർമ്മത്തെ സംബന്ധിച്ച് സംസാരിച്ചു തുടങ്ങുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. എന്നറിയോ? മരിച്ചിട്ടില്ല, ഖബറടക്കിയിട്ടില്ല, മഹ്ശറിൽ എത്തിയിട്ടില്ല. അതിനുമുമ്പ് നമുക്ക് അല്ലാഹു പറഞ്ഞു തരാം, ദാ അങ്ങനെ സംഭവം വരാണ്ടിട്ടോ, നീ ഇരുന്ന, നിന്ന, കിടന്ന, പോയ ഏതൊക്കെ സ്ഥലമുണ്ടോ അതൊക്കെ നിനക്ക് അനുകൂലമോ പ്രതികൂലമായി വരുന്നു. 3ാമത്തെ സാക്ഷി, നമ്മുടെ കാര്യത്തിലുള്ള 3ാമത്തെ സാക്ഷി. എന്താ തെളിവ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ആയത്താണ്. ഏതായത്തറിയോ? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. നമുക്കെല്ലാവർക്കും ഹിഫ്ളുള്ള സൂറത്താണ്, ആയത്താണ്.
അന്നത്തെ ദിവസം അത് ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്. എന്നിട്ടോ നിന്റെ റബ്ബ് അതിന് വഹീ നൽകിയത് നിമിത്തമാണ്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. ഏതായത്ത്? യൗമഇദിൻ തുഹദ്ദിതു അഖ്ബാറഹാ എന്ന ആയത്ത് നബിയാണ് ഓതി. എന്നിട്ട് ചോദിച്ചു, അത്തദ്റൂന മാ അഖ്ബാറുഹാ, സഹാബികളെ നിങ്ങൾക്കറിയോ ഭൂമി അതിന്റെ വർത്തമാനം പറയുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും പിന്നെ അവന്റെ റസൂലിനും ഏതറിയും. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന അഖ്ബാറഹ അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമത്തിൻ ബിമാ അമില അലാ ളഹ്രിഹ അൻ തഖൂല അമില കദാ വകദാ. ചില റിപ്പോർട്ടിൽ അമിൽതു കദാ വകദാ, യൗമ കദാ വകദാ ഫഹാദിഹി അഖ്ബാറുഹ. ഇമാം തിർമിദി ധരിച്ച ഹദീസിൽ ഇങ്ങനെയാണ്. വേറെ ചില റിവായത്തുകൾ കാണാൻ പറ്റും. അതായത് ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ച ഓരോ പുരുഷന്റെ പേരിലും ഓരോ സ്ത്രീയുടെ പേരിലും ഭൂമി സാക്ഷി നിൽക്കലാണ്. ഭൂമി വിളിച്ചു പറയും. വിചാരണയുടെ വേദിയിൽ വിചാരണക്ക് ഹാജരായ മനുഷ്യനെ സംബന്ധിച്ച് സാക്ഷികളായി കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അവൻ ജീവിച്ച ഭൂമിയിലെ പ്രദേശങ്ങൾ, കേരളമാണെങ്കിൽ കേരളം, പഞ്ചാബ് ആണെങ്കിൽ പഞ്ചാബ്, അമേരിക്കയാണെങ്കിൽ അമേരിക്ക, ആഫ്രിക്കയാണെങ്കിൽ ആഫ്രിക്ക, ഏത് നാട്ടിലാണ് അവൻ ജീവിച്ചത് ആ നാടിനുള്ള കൊണ്ടുവരും. ആ നാടിനുള്ള കൊണ്ടുവരും, ആ പ്രദേശത്തുള്ള കൊണ്ടുവരും. ഇരുന്ന കസേര വരും, ഉറങ്ങിയ കട്ടില് വരും, ആ എല്ലാം അന്തരീക്ഷം മുഴുവനും വരും, അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഓരോ പുരുഷന്റെ പേരിലും ഓരോ സ്ത്രീയുടെ പേരിലും ഭൂമി സാക്ഷി നിൽക്കും. എന്താ ഭൂമി പറയുന്നറിയോ? ഇന്നിന്ന പ്രവർത്തനങ്ങൾ ഇന്നിന്ന സമയത്ത് എന്റെ മീതെ വെച്ചിട്ട് ഇവൻ അല്ലെങ്കിൽ ഇവൾ ചെയ്തിട്ടുണ്ട്. നോക്കൂ, നിങ്ങള് മൊബൈലിൽ കണ്ടത് പ്രദേശത്തോടെ വരികയാണ്. ടെലിവിഷന്റെ മുന്നിരുന്ന് കുത്തിയിരുന്ന് കണ്ടത് അസന്ദർഭത്തോടെ വരികയാണ്. ഏകാന്തതയിൽ ചെയ്തു പോയത് അസാഹചര്യത്തോടെ വരികയാണ്. കൈമാറ്റം ചെയ്യപ്പെടുന്നിടത്ത് ആരും കാണുന്നില്ല. ഒരു ചെറിയ പൊതിയാണ്, സംഗതി കഞ്ചാവാണ്, ആരും കണ്ടിട്ടില്ല, പോലീസുകാർ അറിഞ്ഞിട്ടില്ല, നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹു സംഭവം അസന്ദർഭത്തോടുള്ള കൊണ്ടുവരികയാണ്. എല്ലാം ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നമ്മൾ ചെയ്ത ഖൈറുകൾ ഏതാണോ അത് അസന്ദർഭത്തോടെ കൊണ്ടുവരുന്നത് പോലെ മനസ്സിലാക്കി. ഒറ്റ കാര്യം പറഞ്ഞ, ചില ആൾക്കാർ കാണാം സുന്നത്ത് സ്കരിക്കുമ്പോ ഫർദ് സ്കരിച്ചിട്ട് കാണാം ഒന്നുകൂടി മാറും, പിന്നെ കാണാൻ കുറച്ച് അപ്പുറത്തേക്ക് ഒന്നുകൂടി മാറും. എന്തിനത്? അഖ്ബാറുഹ, സാക്ഷിത്വത്തിനാണ്. ആ പ്രദേശം അനുകൂലമായി വരണം. ചൊല്ലിയ അദ്കാറുകൾ, ആ ചൊല്ലിയ അദ്കാറുകൾക്ക് പുറമെ ഇരുന്ന മസ്ജിദ്, ഇരുന്ന വീട്, തഹജ്ജുദ് നിസ്കരിച്ച വീട്, റൂം, എല്ലാം അനുകൂലമായി വരണം. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിലെ ഓരോ സന്ദർഭങ്ങളും നമുക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ നമ്മുടെ റബ്ബിങ്കൽ സാക്ഷ്യം വഹിക്കപ്പെടും. നമ്മൾ എവിടെ വെച്ചിട്ട് തെറ്റി? എവിടെ വെച്ചിട്ട് തെറ്റിയ? എവിടെ വെച്ചിട്ടാ തെറ്റിയ? ഏത് പ്രദേശത്ത് വെച്ചിട്ട് നമ്മൾ തെറി പറയാ? ഏത് സാഹചര്യത്തിലാ നുണ പറയാ? ഏത് സാഹചര്യത്തിലെ വൃത്തികേട് കാണാ കേൾക്കുക? ഇവിടുന്ന് കാണാ കേൾക്കുക? എല്ലാം അള്ളാഹു കൊണ്ടുവരുന്നു. കൂടാതെ മനുഷ്യന്റെ സ്വകാര്യതകൾ മുഴുവനും വെളിച്ചത്ത് വരും. നമ്മൾ മുമ്പ് ഓതിയിട്ടുണ്ടായത് യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടും. എത്രത്തോളം? സൂറത്തുൽ ആദിയാത്തിലെ 10-ാമത്തെ ആയത്തിൽ കാണാം, വഹുസ്സില മാ ഫിസ് സുദൂർ, വഹുസ്സില മാ ഫിസ് സുദൂർ, മനുഷ്യരുടെ നെഞ്ചകത്തുള്ളത് പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ. അങ്ങനത്തെ സാഹചര്യം വരുമ്പോ കർമ്മങ്ങളൊക്കെ മോശമായവരെന്ന് പറഞ്ഞു പോണൊരു വാക്കുണ്ടെന്നറിയോ? ആ വാക്ക് അതൊരു വല്ലാത്ത വാക്കാണ്. അവള് പറഞ്ഞ വാക്കെന്നറിയോ? വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, എന്നാൽ ഇടത്തെ കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടവനാകട്ടെ ഇപ്രകാരം പറയുന്നു. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വലത് കയ്യിൽ കിട്ടിയവന്റെ വർത്തമാനം പറഞ്ഞിരുന്നു.
എടുത്ത കയ്യിൽ കിട്ടുന്നുണ്ട് വർത്താനം എന്തറിയോ? യാ ലൈതനീ ലം ഊത കിതാബിയ, എനിക്കെന്റെ ഗ്രന്ഥം ലഭിക്കപ്പെടാതിരുന്നെങ്കിൽ, നൽകപ്പെടാതിരുന്നെങ്കിൽ. ഏതായി പുസ്തകം എന്നറിയോ? ഏതായി പുസ്തകം? ജനിച്ചിട്ട് മരിക്കണ റൂഹ് പോണ നിമിഷം വരെ ദുനിയാവിൽ നമ്മൾ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ രേഖപ്പെടുത്തിയ കർമ്മ പുസ്തകം, എന്റെ നിങ്ങളുടെ ജീവിത പുസ്തകം. എല്ലാം ഉണ്ട് അതിനകത്ത്, സ്വകാര്യതകൾ മുഴുവനുണ്ട് അതിനകത്ത്. ആ കർമ്മ പുസ്തകം അപ്പൊ എങ്ങനെ കിട്ടാതിരുന്നെങ്കിൽ. വലം അദ്രി മാ ഹിസാബിയ, എന്റെ ഹിസാബ് വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ. ഇവർക്കാണ് നൂഖിസൽ ഹിസാബ ഉദ്ദിബ എന്ന് പറയപ്പെട്ടത് ഇവരുടെ കാര്യത്തിലാണ്. വിചാരണ കർക്കശമാക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുന്ന ഇവരുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് ബേജാറാണ്. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, അയാൾ പറഞ്ഞ വാക്കെന്തറിയോ? യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. അത് ഏത് ദുനിയാവിലെ ഏതോ ഒരു സമയത്ത് എന്റെ റൂഹ് പോയല്ലോ. ഒരുപക്ഷെ എന്റെ വീട്ടിൽ, അല്ലെങ്കിൽ മസ്ജിദിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത്. ക്ഷമിക്കണം, ഇത് കുറ്റവാളിയുടെ വർത്തമാനാണ്. അതായത് റബ്ബ് തൃപ്തിപ്പെടാത്ത ഏതോ ഒരു സാഹചര്യത്തിൽ എന്റെ റൂഹ് പോയല്ലോ. ആ റൂഹ് പോയ സമയം എന്റെ മരണല്ലേ, ആ മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിപ്പിക്കുന്നതായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു പുനരുത്ഥാനം, ഒരു മഹ്ശറ ഇല്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അയാൾ പറഞ്ഞു പോകാണ്. കാഫിറുകൾ, മുജ്രിമുകൾ പറയുന്ന കുറെ വർത്താനങ്ങളെ കൂട്ടത്തിൽ ഒരു വർത്തമാനാണ്. രണ്ടാമതൊരു വർത്താനം കൂടി ഉണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്കത് പിന്നെയും പറയേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്താണ്, അള്ളാഹു മഹ്ശറിൽ എല്ലാവരെയും ഹാജരാക്കും, വിചാരണ ചെയ്യും. സർവജീവികളിൽ വന്യമൃഗങ്ങളെ പോലും കൊണ്ടുവരപ്പെടും. അങ്ങനെയാണ് നബി പഠിപ്പിക്കുന്നത്. കൊമ്പുള്ളൊരു ജീവി കൊമ്പില്ലാത്ത ഒന്നിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ നിരപരാധിയായ ജീവിക്ക് കൊമ്പ് കൊടുത്ത് തിരിച്ചു കുത്തിക്കും. കാരണം അള്ളാഹു നീതിമാനാണ്. എല്ലാം കഴിഞ്ഞാൽ അള്ളാഹ് പറയും കൂനൂ തുറാബ. സർവ സൃഷ്ടികളും, അഥവാ ജിന്നും ഇൻസും ഒഴികെ ബാക്കി എല്ലാ സൃഷ്ടിജാലങ്ങളും, പക്ഷികൾ, പറവകൾ, മൃഗങ്ങൾ ഒക്കെ മണ്ണായി പോകും. ഇത് കാണുന്ന കാഫിറായ മനുഷ്യൻ പറയും, യഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ, ഞാനിവിടെ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന്. എല്ലാവരെയുള്ളവരെയും മണ്ണായി പോയ അനുഭവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. കാരണം എന്തറിയോ? സർവം സ്വന്തത്തിനെതിരായിരിക്കും. എത്രത്തോളം നദികള്. നാലാമത് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിക്കുന്ന സാക്ഷി, സ്വന്തം അവയവങ്ങൾ പോലും സ്വന്തത്തിനെതിരാകും. ഏതൊരു കണ്ണുകൊണ്ടാണോ ഹറാമ് കണ്ടത്, ആ കണ്ണ് സ്വന്തത്തിനെതിര്. ഏതൊരു കാതുകൊണ്ടാണോ ഹറാമ് കേട്ടത്, സ്വന്തത്തിനെതിര്. ഏതൊരു കൈയാണോ കാലാണോ ഹറാമിലേക്ക് പോയത്, അതെല്ലാം അവനവനെതിരായി വരും. ഇന്നത്തെ താൽക്കാലിക സുഖത്തിന് വേണ്ടി ചെയ്തതൊക്കെ എതിരായി വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അള്ള പറഞ്ഞ വക്കത്തറിയോ? ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ. തന്നെയുമല്ല, മനുഷ്യൻ തനിക്കെതിരിൽ തന്നെ ഒരു തെളിവായിരിക്കുന്നു. അത് മനുഷ്യൻ അവനവനെതിരുള്ളൊരു സാക്ഷിയാകും. സാക്ഷി സ്വന്തത്തിനെതിരെ സ്വന്തം സാക്ഷി. അവൻ ചെയ്തു വെച്ച തിന്മകളെക്കുറിച്ച് അവന്റെ അവയവങ്ങൾ സാക്ഷി പറയുമെന്നാണ് അതിന്റെ തഫ്സീർ. വലൗ അൽഖാ മആദീറ, അവൻ ഒഴികഴിവുകൾ സമർപ്പിച്ചാലും ശരി, ഞാനൊരു തിന്മയും ചെയ്തിട്ടില്ല എന്ന് തർക്കിച്ചാലും ഒഴികഴിവുകൾ പറഞ്ഞാലും ശരി, അവന് രക്ഷയുണ്ടാവില്ല എന്നാണ് മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിവരിച്ചിട്ട് പറയുന്നത്. ആ ഒഴികഴിവുകൾ ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല. അള്ള പറഞ്ഞ വാക്കെന്തറിയോ? യൗമ ലാ യൻഫഉൽ ളാലിമീന മഅദിറതുഹും വലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. അതായത് അക്രമികൾക്ക് അവരുടെ ഒഴികഴിവ് പ്രയോജനപ്പെടാത്ത ദിവസം അവർക്കാകുന്നു ശാപം, അവർക്കാകുന്നു ചീത്ത ഭവനം. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ അവയവങ്ങൾ മനുഷ്യനെതിരിലും മനുഷ്യൻ അനുകൂലമായും സാക്ഷി നിൽക്കുന്ന ഒരു ലോകമാണ് മഹ്ശറ എന്ന് പറഞ്ഞത്. എത്ര ആയത്തരങ്ങള്! ഞാൻ ചില ആയത്തൊക്കെ ഓതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് പരിചയമുള്ളതാണല്ലോ. നമുക്ക് എല്ലാവർക്കും ഹിഫ്ളുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ.
ഈ സൂറത്ത് യാസീൻ 36-ാം അധ്യായം അതിന്റെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ വാക്കറിയോ? 55-ാമത്തെ ആയത്തിൽ اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്നതും അവരുടെ കൈകൾ നമ്മോട് അള്ളാഹുവിനോട് സംസാരിക്കുന്നതും അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നതുമാണ്. നാം അല്ലാഹു സീൽ വെക്കും, ബാക്കി എല്ലാ അവയവങ്ങളും സംസാരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് ആ ലോകമാണ് ഖിയാമത്ത് മഹ്ശറിൽ സംഭവിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തായിരുന്നു ഞങ്ങൾ, സഹാബികൾ പറയാണ്. അപ്പൊ നബി എന്നാണ് പുഞ്ചിരിച്ചു. അപ്പൊ നബിയോട് ചോദിച്ചു, എന്തിനാ നബി ചിരിച്ചിട്ട് നബി ചോദിച്ചു, ഞാൻ എന്തിനാ ചിരിച്ചെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹും റസൂലിനാണെന്ന് അറിയാം, ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു അടിമ തന്റെ റബ്ബിനോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കുന്ന കാര്യം എന്റെ മനസ്സിലിങ്ങനെ വന്നത് കാരണത്താൽ ഞാൻ ചിരിച്ചത്. അടിമ പറയും, എന്റെ റബ്ബേ, അനീതിക്കെതിരെ നീ എനിക്ക് സംരക്ഷണം ഉറപ്പ് നൽകിയില്ലേ അല്ലാഹ്? അപ്പൊ അല്ലാഹ് പറയും, അതെ. അതുകൊണ്ട് അടിമ പറയും, എനിക്കെതിരായി എന്റെ സ്വന്തം സാക്ഷിയല്ലാത്ത ഒരു സാക്ഷിയും സാധുതയുള്ളതായി ഞാൻ കരുതുന്നില്ല. അതായത് എനിക്ക് എന്റെ ശരീരത്തിൽ നിന്നല്ലാതെ ഒരു സാക്ഷിയെ ഞാൻ സമ്മതിക്കൂല റബ്ബേ. അള്ളാഹ് സമ്മതിച്ചു കൊടുക്കും. ഖാല ഫയഖൂൽ, അള്ളാഹ് പറയും, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഷഹീദൻ വബിൽ കിറാമിൽ കാതിബീന ഷുഹൂദ. ഈ ദിവസം നീയും നിന്റെ മേൽ മാന്യന്മാരായ എഴുത്തുകാരും സാക്ഷികളായി മതി. ഏതാണത്? കിറാമൻ കാതിബീൻ. കിറാമൻ കാതിബീൻ. ഖാല, എന്നിട്ട് അല്ലാഹു പറയാണ്, ഫയുഖ്തമു അലാ ഫീഹി ഫയുഖാലു ലിഅർകാനിഹി ഇൻതിഖി. ശേഷം അല്ലാഹു അയാളുടെ വായക്ക് സീൽ വെക്കും. വായ പിന്നെ ഉണ്ടാവില്ല. അയാളുടെ അവയവങ്ങളോട് അല്ലാഹു പറയും, സംസാരിക്കൂ. അയാളുടെ അവയവങ്ങളോട് സംസാരിക്കാൻ പറയും. ഖാല ഫതൻതിഖു ബിഅഅമാലിഹി. അപ്പോൾ അവന്റെ അവയവങ്ങൾ, കയ്യും കണ്ണും കാതും നാക്കും നാവും വിരലുകളും ശരീരത്തിലെ തൊലികളും മുഴുവനും സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്നു പറഞ്ഞാൽ ആരെക്കുറിച്ച് സംസാരിക്കും? ഈ വ്യക്തിയുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്നു. ഒന്നില്ലെങ്കിൽ അനുകൂലം, അല്ലെങ്കിൽ പ്രതികൂലം. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വരാൻ പോണ കാര്യമാണ്. SIR കുറിച്ചുള്ള ചർച്ചയല്ല, അത് നാളെ കഴിഞ്ഞാൽ അടുത്ത് പിന്നെ വേറെ വരാണ്. അപ്പൊ നമുക്ക് അപ്പൊ ചർച്ച. ഇത് ഒറ്റ തവണ വരുള്ളൂ, അതാ വരവന്നെ. മറ്റേത് ഇങ്ങനെ ഇടക്കിടക്ക് ഒരു ഭീഷണി വരും, അതാ ഭീഷണി അടുത്തൊരു സംവിധാനം വരുമ്പോൾ അത് മാറിക്കോളും. അതിലപ്പോ വലിയ ടെൻഷന്റെ കാര്യം ഈ പറയണത്. നമ്മൾ പ്രവർത്തിച്ച് നമ്മളെ മുന്നിൽ വരികയാണ്. എന്നിട്ടോ قال നബി പറയാണ്, ثم يخلى بينه وبين الكلام قال فيقول بعدا لكن وسحقا فعنكن كنت اناضل. صحീഹ് മുസ്ലിമിൽ 2969 ഹദീസ്. പിന്നീട് സംസാരിക്കാൻ അവസരം കൊടുക്കും. അപ്പോൾ അവന്റെ അവയവങ്ങളോട് സംസാരിക്കും. ഈ വ്യക്തിക്കെതിരെ അവയവങ്ങൾ സംസാരിച്ചല്ലോ, ഇനി ഈ വ്യക്തി അവയവങ്ങൾക്കെതിരെ സംസാരിക്കാൻ, നിങ്ങൾക്ക് നാശം, വിദൂരം, സുഹ്ഖൻ, ദൂരപ്പോ നിങ്ങൾക്ക് നാശം. തഫ്സീർ ശറഹിൽ അങ്ങനെയാണ്, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ ദുനിയാവിൽ വെച്ച് ഞാൻ ചെറുത്തു പോന്നിരുന്നത്. ഈ കൈകൊണ്ടല്ലേ ഞാന് ഹലാലല്ലാത്ത പ്രവർത്തിച്ച്, ഈ കാലുകൊണ്ടല്ലേ ഹലാലല്ലാത്ത പ്രവർത്തിച്ച്, ഈ ലൈംഗികായങ്ങൾ കൊണ്ടല്ലേ ഹറാമ് പ്രവർത്തിച്ചത്, ഈ തൊലിക്ക് വേണ്ടിയല്ലേ, ഇത് കാണിക്കാനല്ലേ, അന്യരുടെ മുന്നിൽ ഇത് കാണിക്കാനല്ലേ ഔറത്ത് മറക്കാതെ നടന്നത്. എന്നിട്ടിപ്പോ നീ എനിക്കെതിരോ? ആലോചിച്ചൊക്കെ, ഇത് മുഴുവനും എതിരായി വരും. എത്രത്തോളം എന്ന് വെച്ചാല് വയുഖാലു ലിഫഖ്ദിഹി വലഹ്മിഹി വഇളാമിഹി. മറ്റൊരു ഹിവായത്തിൽ കാണാം, ഇൻതിഖി ഫതൻതിഖു ഫഖ്ദുഹു വലഹ്മുഹു വഇളാമുഹു ബിഅമലിഹി വദാലിക ലിയുഅ്ദിറ ബിനഫ്സിഹി വദാലികൽ മുനാഫിഖു വദാലിക അല്ലദി യസ്ഖത്തുല്ലാഹു അലൈഹി. ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ അയാളുടെ തുടയോടും മാംസത്തോടും എല്ലിനോടും പറയപ്പെടും, സംസാരിക്കൂ. അതോടുകൂടി അയാളുടെ തുട സംസാരിക്കും, മാംസം സംസാരിക്കും, എല്ലുകളും സംസാരിക്കും. വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അള്ളാഹു തന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്ർ, ഒഴികഴിവ് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇതാരാണ്? അള്ളാഹു കോപിക്കുന്നതായ കപടവിശ്വാസിയുടെ വിഷയത്തിലാണ്. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ.
അതാണ് അല്ലാഹു തആല പറഞ്ഞത് സൂറത്തുൻ നൂർ 24-ാം അധ്യായത്തിന്റെ 24-ൽ ഈ ആയത്ത് നമുക്ക് ഹിഫ്ളുള്ളതാണ്. എന്ത്? യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി, മനുഷ്യന്മാരെ ചെയ്തതിനെ പറ്റി അവരുടെ നാവുകളും കൈകളും കാലുകളും അവർക്കെതിരായി സാക്ഷി പറയുന്ന ദിവസത്തിലെത്രയത്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാ രേഖയും കറക്റ്റ് ചെയ്ത് ഒരു പൗരൻ എന്ന നിലക്ക് വേണ്ടതൊക്കെ ശ്രദ്ധിച്ച ആളുകൾ നമ്മളെല്ലാവരും. ഒന്നും കൂടി ഒരാളിനോട് ചോദിച്ചത്, ആ ഡേറ്റ് ഒന്ന് കൃത്യം ഓർമ്മ കണ്ടു, ഏതാ അവസാനം കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. എല്ലാ രേഖയും കറക്റ്റാണ്. ID ഉണ്ട്, ആധാർ ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്. ഒരു കുടുംബിനിക്ക് വേണ്ടതൊക്കെ ഓൾ റെഡിയാക്കിക്കണം. ഒരു പൗരൻ, ഇന്ത്യയിൽ ജീവിക്കേണ്ട ഒരു പൗരൻ നിലക്ക് നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മളൊക്കെ ചെയ്യണം. അങ്ങനെ തന്നെയാണ് സബബുകളൊക്കെ നമ്മൾ നിർവഹിക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിചാരണയുടെ വേളയിൽ ഹാജരാക്കുന്ന കർമ്മരേഖ, ആ രേഖയെ കുറിച്ച് മാത്രം നമ്മൾ അശ്രദ്ധരായാൽ എല്ലാ രേഖയും റെഡിയാണ്. അങ്ങനൊന്നും അയാൾക്ക് മറിച്ചിടാൻ പറ്റൂല. ഇൻഷാ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. എല്ലാം റെഡിയാണ്, എല്ലാവരും ആ സന്തോഷത്തിലാണ്. പക്ഷെ ഞാൻ ചോദിക്കണത്, നമ്മുടെ കർമ്മരേഖ എങ്ങാനും തകരാറിലായാലോ, അതിനകത്ത് സ്കലിതകൾ ഉണ്ടായാലോ, ആ നഷ്ടം വിവരണാതീതമാണ്. ഞാൻ അവസാനിപ്പിക്കണ ഒരു ആയത്തിലൂടെ. എന്തായത്തറിയോ? അല്ലാഹു പറഞ്ഞ ആയത്തെന്നറിയോ? ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. കുറ്റവാളികൾ അഥവാ മുശ്രിക്കുകൾ തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ വിചാരണയുടെ സന്ദർഭത്തിൽ ദുഃഖത്താൽ, ഖേദത്താൽ, അപമാനത്താൽ, നിന്ദ്യതയാൽ തലതാഴ്ത്തി നിൽക്കുന്ന സന്ദർഭം നീ കാണുകയാണെങ്കിൽ നബിയെ, അവര് പറയും, എന്തവര് പറയാ? ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിതാ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഈ മഹ്ശർ ഞങ്ങൾക്ക് ബോധ്യായി, അങ്ങനൊരു വിചാരം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യായി. അതിനാൽ ഞങ്ങൾ നീ ഒന്ന് മടക്കിയേക്കണേ. എന്തിനാന്നറിയോ? എന്തിനാ മടക്കിയേക്കണത്? ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതാണ് മടക്കി അയച്ചാൽ. അപ്പൊ ഇപ്പൊ ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഇനി നീ ഞങ്ങൾക്കൊന്നും കൂടി മടക്കിയേക്കണം. എന്നിട്ട് ഞങ്ങള് ഈമാനും അമലുമായി വീണ്ടും തിരിച്ചു വരാം. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോൾ യഖീനുള്ളവരാകുന്നു എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ആലോചിക്കുക. അതെന്തൊരു കാഴ്ചയായിരിക്കും. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാഴ്ച അത്. ഒരിക്കലും മടങ്ങാൻ കഴിയാത്തൊരു ലോകത്തെ ആഗ്രഹമാണത്. തിരിച്ചു വരാൻ പറ്റൂല. പോയോരാരും വന്നിട്ടില്ല, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും. അതുകൊണ്ട് ഈ ഇരിക്കണ നിമിഷം വരെ എന്തൊക്കെ നല്ലതുണ്ടോ അതേ പരലോകത്ത് കിട്ടും. ഈ ഇരിക്കണ നിമിഷം വരെ എന്തൊക്കെ ചെയ്തതുണ്ടോ തമ്മാടിത്തങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തത്, ആ കാര്യങ്ങൾ മുഴുവനും റബ്ബിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി അത് പരിഹരിക്കാനുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനും നമ്മുടെ മുന്നിലില്ല. പ്രിയമുള്ളവരെ, വേറൊരു ഓപ്ഷൻ, ഒരു മാർഗം നമ്മുടെ മുന്നിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഖിറത്തെ മുന്നിൽ കണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന, ഈ സാക്ഷികൾ ഉണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളക്കണക്കിന് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞേൽക്കുന്ന ഒരു സമയത്തു കൂടെയാണ് ഉമ്മത്ത് മുസ്ലിമ ജീവിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് എല്ലാറ്റിലും സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഈ മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാൻ, അഥവാ അള്ളാന്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അത്തരമൊരു സാഹചര്യം അള്ളാഹു ഈ മണ്ണിൽ നിലനിർത്തുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിരാലംബരും നിസ്സഹായരുമായ പീഡിപ്പിക്കപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അള്ളാഹു അവർക്കൊക്കെ സമാധാനം ചൊരിയുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.